ഭൂമുഖത്തെ മനുഷ്യരാശി വളരെ കാലമായി ഭയന്നുകൊണ്ടിരുന്ന ഒരു മാരക രോഗമാണ് HIV അഥവാ എയ്ഡ്സ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന രോഗാണു കാരണമുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് നമുക്കറിയാം. എയ്ഡ്സ് രോഗികളുടെ കൂടെ സമൂഹം എക്കാലവും വിവേചനം പുലർത്തിയിട്ടുണ്ട്. അതിന് കാരണം എയ്ഡ്സ് വന്ന വഴികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാത്രമാണ്. എയ്ഡ്സ് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ വരൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് എയ്ഡ്സ് രോഗികൾക്കെതിരെ പൊതുസമൂഹം വിവേചനം വെച്ച് പുലർത്തിയത്. എന്നാൽ എയ്ഡ്സ് വരാനുള്ള ഒരു കാരണം മാത്രമാണ് ലൈംഗിക ബന്ധമെന്ന് പലരും ചിന്തിക്കുന്നില്ല. എക്കാലവും ജനങ്ങൾ ഭീതിയോടെ തന്നെയാണ് ഈ രോഗത്തെ നോക്കിക്കണ്ടത്, അതോടൊപ്പം അവജ്ഞതയോടെയും. എന്നാൽ ഈ 2025 ആകുമ്പോൾ ഭൂമുഖത്തെ മനുഷ്യരാശിക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണിത്. HIV അഥവാ എയ്ഡ്സ് ബാധിതരുടെ ആയുസ് പണ്ടത്തെ പോലെ ദുർബലമല്ല, അല്ലെങ്കിൽ ചെറുതല്ല. രോഗബാധ ഇല്ലാത്തവർ എത്ര കൊല്ലം ജീവിക്കുന്നുവോ അത്രയും കൊല്ലം തന്നെ എയ്ഡ്സ് രോഗബാധ ഉള്ളവർ ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എയ്ഡ്സിന് ഇനി മുതൽ ഒരു കൊലയാളി രോഗമല്ല എന്നാണ് ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നത്. സംഘടനയുടെ കണക്കനുസരിച്ച് ഈ HIV പകർച്ചവ്യാധി ആരംഭിച്ചതിന് ശേഷം 43 ദശലക്ഷത്തോളം ആളുകൾ എയ്ഡ്സ് സംബന്ധമായ രോഗങ്ങൾ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. HIV-യെ ഒരു മരണരോഗമെന്ന, ഒരു മാരക രോഗമെന്ന ഗണത്തിൽ നിന്നും നിയന്ത്രിച്ചു കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഭാഗത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ പ്രതിരോധ ചികിത്സാ മാർഗങ്ങൾ ആധുനിക മെഡിക്കൽ സയൻസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന എയ്ഡ്സിനെ ഒരു കൊലയാളി രോഗം അല്ലെങ്കിൽ ഒരു ടെർമിനൽ രോഗം എന്ന വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത്. ഇത് 2024 ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു നേട്ടം തന്നെയാണ്. പണ്ടൊക്കെ, അതായത് 1996 ഒരു HIV ബാധിതന്റെ ആയുർദൈർഘ്യം വെറും 39 വർഷമാണെങ്കിൽ 2011 ആയപ്പോഴേക്കും ആന്റി റെട്രോവൈറൽ ചികിത്സകൾ രോഗികൾക്ക് ലഭ്യമാക്കിയാൽ ആയുർദൈർഘ്യം 72 വർഷമായി ഉയർന്നിരിക്കുകയാണ്. അതായത് HIV ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ആയുസ്സിന് തുല്യമായ ജീവിതകാലം ഒരു HIV ബാധിച്ച വ്യക്തിക്കും ജീവിക്കാൻ സാധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, അത്തരം ചികിത്സകൾ ലഭ്യമാക്കുന്ന ആളുകൾക്ക് HIV നെഗറ്റീവായ ആളുകളെ പോലെ, അഥവാ HIV ഇല്ലാത്ത ആളുകളെ പോലെ പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാം എന്നതാണ് ആശ്വാസകരമായ സത്യം. ഇത്തരം ചികിത്സയുടെ പുരോഗതി കാരണം HIV-യെ ഒരു മാരക രോഗമല്ല എന്നും ശരിയായ പരിചരണത്തിലൂടെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തതും എന്നാൽ വിട്ടുമാറാത്ത രോഗാവസ്ഥ എന്ന നിലയിലേക്ക് മാറാനും കഴിഞ്ഞു. എന്നിരുന്നാലും ഇതിന്റെ വെല്ലുവിളി പൂർണ്ണമായും ഒഴിവായിട്ടില്ല. ശാസ്ത്രജ്ഞർ വളരെ ഫലപ്രദമായ ഇത്തരം ചികിത്സകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരിലേക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. അതിന് കാരണം ഈ ലോകത്തുള്ള അസമത്വം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അവഗണനകൾ എന്നിവ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള HIV രോഗികൾ, അവർക്ക് ഇപ്പോഴും ഈ ജീവൻ രക്ഷിക്കപ്പെടുന്ന ചികിത്സയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. സാമ്പത്തിക സ്ഥിരതയോ ഭൂമിശാസ്ത്രമോ പരിഗണിക്കാതെ എല്ലാവർക്കും HIV ചികിത്സ ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റുകൾ മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ആരോഗ്യ സംഘടനകളും വക്താക്കളും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും HIV-ക്കെതിരായ പോരാട്ടം മെഡിക്കൽ സയൻസ് അവസാനിപ്പിച്ചിട്ടില്ല. ആയുസ് വർദ്ധിപ്പിക്കുന്ന ചികിത്സകൾ വികസിപ്പിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞർ എയ്ഡ്സ് വൈറസിനെതിരെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. നാളെ എല്ലാ മനുഷ്യർക്കും, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവർക്ക് HIV വൈറസ് ബാധിക്കുന്നെങ്കിൽ അവർക്ക് ഈ ചികിത്സ ലഭ്യമാവുകയും HIV ഇല്ലാത്തൊരു വ്യക്തി ജീവിക്കുന്ന അത്രയും കാലം അവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മെഡിക്കൽ സയൻസിലൂടെ സാധിക്കുന്നത് ഒരു കാലത്ത് മനുഷ്യരാശിയുടെ പേടി സ്വപ്നമായ ഒരു കൊലയാളി രോഗത്തെ ശാസ്ത്രം
മെരുക്കി എന്ന് തന്നെയാണ്. അതിനെ ഇല്ലായ്മ ചെയ്തു എന്നല്ല, മെരുക്കി എന്ന് തന്നെയാണ്.